ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രാഫ് വരച്ച പിനാഫോറിൻ്റെ കട്ടിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഒരു കട്ട് പീസ് കൊണ്ട് എങ്ങനെ ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നതെന്ന്. അപ്പം നമ്മൾ ശരിക്കുള്ളൊരു തുണി തന്നെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പോൾ കട്ട് പീസൊന്നും അല്ല, ശരിക്കും ആവശ്യത്തിന് പിന്നെ അതിൻ്റെ വീതിയും നീളമൊക്കെ അളവുള്ള തുണി ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് തുണിയിലേക്ക് തന്നെ കട്ട് ചെയ്താൽ മതി. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊരു ചെറിയ അതായത് നീളത്തിലുള്ള ഒരു കട്ട് പീസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നീളത്തിലുള്ള ഒരു കട്ട് പീസാണ്. ഈ കട്ട് പീസ് വെച്ചിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള വീതിയിൽ കട്ട് ചെയ്യാൻ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പീസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു പിനാഫോർ ആയാലും എന്തായാലും നമ്മൾ തയ്ക്കുന്നത് എങ്ങനെയെന്നാണ് ഇതിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്ക് തുണിയിലിപ്പോൾ കട്ട് ചെയ്യാൻ നമുക്ക് തുണി തികയില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ഒരു പേപ്പറിൽ കട്ട് ചെയ്യുക. അപ്പോൾ അതെന്ത് പേപ്പറായാലും കുഴപ്പമില്ല, ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പേപ്പറോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പം ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ വീതി ഞാനിപ്പോൾ അളന്നിട്ടല്ല, നമ്മളിപ്പോൾ തുണിയിലാണെങ്കിൽ വീതി അളന്നിട്ട് തന്നെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ തുണി ഇത് നോക്കുകയാണ്, വീതിക്കനുസരിച്ച് നമുക്ക് മടക്കാം. അപ്പോൾ ലോവർ വിഡ്ത്താണ് ഫസ്റ്റ് നോക്കേണ്ടത്. അപ്പോൾ ലോവർ വിഡ്ത്തിനനുസരിച്ച് തുണി നോക്കാം. അപ്പോൾ എനിക്ക് കറക്റ്റ് ഉണ്ട് ഇത്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് ഞാൻ ഗ്രാഫ് വരച്ചതിനേക്കാളും കുറച്ചിട്ടാണ് ഇതിലെടുക്കുന്നത്. കാരണം ആ തുണി എനിക്ക് നോക്കുമ്പോൾ അത്രേ കിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ കുറച്ച് കൂട്ടിയെടുത്തതാണ്. അപ്പോൾ കുഴപ്പമില്ല, എനിക്ക് ആവശ്യത്തിന് ഈ അളവ് തന്നെ മതി. അപ്പോൾ ഇത് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ വിഡ്ത്തിനനുസരിച്ച് മടക്കി ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്തു. ഇനി താഴോട്ട്, അതായത് നമുക്ക് കൈക്കുഴി വരക്കാൻ വേണ്ടിയിട്ട് എത്ര താഴോട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ സാധാരണ ചെസ്റ്റ് ലൈൻ എടുക്കുന്നത് ഹാഫ് ഷോൾഡർ പ്ലസ് ഹാഫാണ് എല്ലാ ഡ്രസ്സിനും. പക്ഷേ ഇത് നമുക്ക് സ്ലീവ്ലെസ് ആണ്. കുറച്ച് നമുക്ക് അകത്തിടുന്ന ടീഷർട്ട് കുറച്ച് പുറത്തേക്ക് കാണണം. അപ്പോൾ അതുകൊണ്ടും സ്ലീവ്ലെസ് ആകുമ്പോൾ കുറച്ചൊന്ന് ലൂസിൽ അതിൻ്റെ ആ കൈക്കുഴി അല്ലെങ്കിൽ ആം ഹോൾ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ ചെസ്റ്റ് ലൈൻ എടുക്കുന്നത്. താഴോട്ട് 4.5 എടുക്കേണ്ടതിന് പകരം 5 ഇഞ്ചാണ് എടുക്കുന്നത്. ചെസ്റ്റ് ലൈൻ എടുത്തു. ഇനി നമുക്ക് ചെസ്റ്റ് ലൈനിൽ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ചെസ്റ്റിൻ്റെ വിഡ്ത്ത് എനിക്ക് കിട്ടിയത് 7.25 അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ചെസ്റ്റ് വിഡ്ത്തും വേസ്റ്റ് വിഡ്ത്തും ഹിപ്പ് വിഡ്ത്തും ഇത് 3 അളവുകളും നമ്മൾ സ്റ്റിച്ചിങ്ങിന് 2 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ സ്റ്റിച്ചിങ്ങിന് എപ്പോഴും ഈ ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പൊക്കെ 1 ഇഞ്ചാണ് എടുക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ 2 ഇഞ്ച് എടുത്ത് കൊടുക്കണം. കാരണം ഈ ഇടയിലൊരു കട്ടിങ് വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ കട്ടിങ്ങും കൂടി ജോയിൻ ചെയ്യാനുള്ളത് കൊണ്ടാണ് അങ്ങനെ 2 ഇഞ്ച് എടുത്ത് കൊടുക്കുന്നത്. ഇതും കൂടി വരക്കുന്നത് ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ വരക്കാനാണ്. പിന്നെ ഈ ഷോൾഡറിന്ന് ചെസ്റ്റ് ലൈനിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം, നമുക്ക് കൈക്കുഴി വരക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ 1 ഇഞ്ച്, അതായത് നമ്മൾ സ്റ്റിച്ചിങ്ങിന് ഈ അറ്റത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഹാഫും മാർക്ക് ചെയ്തിട്ട് നമ്മൾ കൈക്കുഴി വരക്കാം. ഈ 1 ഇഞ്ചിലേക്ക് പോയിട്ട് പിന്നെ സ്ട്രെയിറ്റ് പോവാം. ഇനി നമുക്ക് വേസ്റ്റ് ലൈൻ സാധാരണ പോലെ തന്നെ, അതായത് ഫുൾ ഷോൾഡർ പ്ലസ് ഹാഫ് അത് തന്നെ എടുത്താൽ മതി. ഇപ്പോൾ ഫുൾ ഷോൾഡർ 8 അപ്പോൾ 8.5 മാർക്ക് ചെയ്യാം. ഇത് 2 സ്ഥലത്ത് മാർക്ക് ചെയ്യുന്നത് ഈ ലൈൻസൊക്കെ സ്ട്രെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഈ ലൈൻസ് ഒന്നും വരക്കണ്ട, ജസ്റ്റ് മാർക്ക് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ ഫസ്റ്റൊക്കെ വരച്ചിട്ട് തന്നെ എടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു തറോ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഇനി വേസ്റ്റ് ലൈൻ എടുത്തതിന് ശേഷം വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ താഴെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് താഴേക്ക് ലൈൻ വരക്കേണ്ടത്. അപ്പോൾ താഴെ ഷേപ്പ് ചെയ്തതിന് ശേഷം അതിന് ശേഷം താഴേക്കുള്ള ആ ജോയിൻ ചെയ്യുന്ന ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഷേപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഷോൾഡറിൻ്റെ
ഷോൾഡർ നമ്മൾ എത്ര എടുത്തത് അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് വെക്കുക ടേപ്പ്. ഞാൻ ഗ്രാഫ് വരക്കുമ്പോൾ പറഞ്ഞു അത് കട്ട് ചെയ്യുമ്പോൾ ശരിക്കും കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഈ ഷോൾഡറിൻ്റെ മിഡിൽ ടേപ്പ് വെച്ചിട്ട് ഈ താഴേക്ക് നമ്മൾ പിടിക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് പിടിച്ചിട്ട് നമുക്ക് എത്ര കിട്ടുന്ന ആ അളവ് ഇങ്ങനെ ചെരിച്ച് കൊണ്ടുപോവാം. അതായത് താഴെ ഭാഗത്തെ ടേപ്പ് മാത്രം ഇങ്ങനെ കുറച്ചൊന്ന് ചെരിച്ചിട്ട് കൊണ്ടുപോവാം. എന്നിട്ട് അവിടെ മാർക്ക് ചെയ്യാം. ഇങ്ങനെ ചെരിച്ച് കൊണ്ടുപോകാം. ഇത് വീതി കൂടുന്നതിനനുസരിച്ച് ഈ ചെരുവ് ഇങ്ങനെ കൂടിക്കൂടി വരും. അതായത് കയറി നിൽക്കും. ഇത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇവിടത്തേക്കാണ് ഇത് ജോയിൻ ചെയ്യേണ്ടത്. അതായത് വേസ്റ്റ് ഒന്ന് ഈ നമുക്ക് ഷേപ്പ് ചെയ്ത് എവിടെ കിട്ടിയത് അവിടത്തേക്കാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ചെസ്റ്റും വേസ്റ്റും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബോഡീൻ്റെ അളവുകളൊക്കെ കഴിഞ്ഞ് ഇനി കഴുത്താണ്. അപ്പോൾ കഴുത്തിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചാണ് നമ്മളെടുത്തത്. കഴുത്തിൻ്റെ ലെങ്ത്ത് ഫ്രണ്ടിൽ 3 ഇഞ്ചും ഫ്രണ്ടിൽ 3.25 ബാക്കിൽ 3. കുറച്ച് ഒരു വിഡ്ത്തുള്ള കഴുത്തിന് കുറച്ചൊന്ന് വിഡ്ത്ത് കൂട്ടണ്ട. കാരണം വിഡ്ത്ത് കൂട്ടി ഇങ്ങനെ അവരെ ഷോൾഡർ കൂടി ഇങ്ങനെ ഇറങ്ങിപ്പോവും അത്. അപ്പം വിഡ്ത്ത് കൂട്ടാതെ ലെങ്ത്ത് കുറച്ച് കൂട്ടി കൊടുക്കുക. അപ്പോൾ അകത്തുള്ള ടീഷർട്ട് കുറച്ച് കാണുകയും ചെയ്യണം, പിന്നെ കുട്ടികൾക്ക് കഴുത്തിലൂടെ അത് ശരിക്കും കയറുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ പേപ്പറിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നെ 2 ആയിട്ടേ മടക്കിയിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ തുണി പിന്നെ ശരിക്കുള്ള തുണിയാണെങ്കിൽ 4 ആയിട്ട് മടക്കിയിട്ട് ഒന്നിച്ചെടുത്താൽ മതി. പക്ഷേ പേപ്പറാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഇനി തുണിയിൽ വീണ്ടും കട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് ഇത് കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അതായത് കട്ട് പീസിൽ എങ്ങനെ ഈ പേപ്പർ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അതിനുള്ള പാറ്റേണാണ് കട്ട് ചെയ്യുന്നത്. ഇനിയാണ് നമ്മളെ പ്രിൻസസ് കട്ടിൻ്റെ അതുപോലെയുള്ള ആ ഒരു കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇതാണ് നമ്മളെ പിന്നെ ഹാഫ് അല്ലേ, ഷോൾഡർ ചെസ്റ്റ് ലൈൻ്റെ ഹാഫ്. അവിടെ നിന്നാണ് നമ്മൾ കൈക്കുഴി വരച്ചത്. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കാം ഈ അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഈ ചെസ്റ്റ് ലൈൻ്റെ ഹാഫ് പ്ലസ് 1/2 ഇഞ്ച്. ഇനി അത് എത്രയാണോ എടുത്തത് ആ അളവ് തന്നെ ഇവിടെ എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ വലിയ ആൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതൊരു 7-8 ഒക്കെ ആയിരിക്കും ചെസ്റ്റ് ലൈന്. അപ്പോൾ അതിനനുസരിച്ച് ഇത് 3.5 4 അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ എത്രയാണ് നമ്മൾ എടുത്തത് അതേ അളവ് തന്നെ ഇവിടെ എടുത്തു കൊടുക്കുക. അതായത് വേസ്റ്റ് ലൈനിൽ ഇവിടെ എടുത്ത അതേ അളവ് എടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി അവിടുന്ന് താഴോട്ടും ഈ അളവ് ഇത് നമ്മൾ എത്ര എടുത്തത് ഇതിൻ്റെ ഹാഫ് ഇവിടെയും മാർക്ക് ചെയ്യാം. ഇനി ഇവിടുന്ന് ഇവിടത്തേക്കും ജോയിൻറ്റ് കൊടുക്കാം. അതായത് താഴെ വീതിൻ്റെ ഹാഫിലേക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഷേപ്പ് ചെയ്ത് വരക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ലൈൻ വരച്ചല്ലോ, ഇതിൻ്റെ ഒരു ഹാഫ് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത് ഇപ്പോൾ ഒരു 10.5 പറയുമ്പോൾ ഒരു 5.25 ഇവിടെ മാർക്ക് ചെയ്യാം. ഈ മാർക്കിൽ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ നിർബന്ധമല്ല ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത്, നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരക്കാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് ഇവിടുന്ന് ഇതിങ്ങനെ കുറേശ്ശെ കൂട്ടി ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ 1/2 ഇഞ്ചിനെ ടച്ച് ചെയ്യണം. പിന്നെ നമ്മൾ മറ്റേ സ്ലീവ് വരക്കുമ്പോൾ സ്ലീവിൻ്റെ മീതെ വരക്കുന്ന അതേപോലെയാണ് ഇങ്ങനെ ചെയ്യുക. ഇനി അതേപോലെ തന്നെ ഇവിടെയും ഇതിൻ്റെ ഒരു ഹാഫ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ 1/2 ഇഞ്ച് ഒട്ടകത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് അതേപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും വരച്ച് കഴിഞ്ഞു, എല്ലാ ലൈൻസും എല്ലാ അളവുകളും മാർക്ക് ചെയ്ത് ലൈൻസ് വരച്ച് കഴിഞ്ഞു.
ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കഴുത്ത് വരച്ചപ്പം 2 കഴുത്ത് ഇതിൽ തന്നെ വരക്കണമല്ലോ. അപ്പോൾ അത് ഞാൻ വിട്ടുപോയിരുന്നു, അത് വരക്കാം. ഇനി നമ്മൾക്ക് കഴുത്തൊന്ന് ഒതുങ്ങി, അതിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സ്ക്വയർ ആണെങ്കിലും മലർന്നു പോകുമല്ലോ. അപ്പോൾ അതൊരു 1/2 ഇഞ്ച് അകത്തേക്ക് എടുത്തിട്ട് നമ്മളൊന്ന് ഒതുക്കി വരക്കണം. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് വരച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ഇതിപ്പം ബാക്കിലെ കഴുത്താണ്, ഇത് ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ ഏതാ ചെറുത്, ആ ചെറുതാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ കട്ട് ശ്രദ്ധിച്ചല്ലോ, അതായത് നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് വരച്ച അതിലൂടെയാണ് ഇവിടെ കട്ട് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ ആദ്യം ശരിക്കുള്ള ലൈൻസ് വരച്ചതല്ല, നമ്മളൊന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തല്ലോ, ആ ഷേപ്പിലൂടെയാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. അതുപോലെ ഞാൻ വിട്ടുപോയതൊന്ന് ഇവിടെയും നമ്മൾ ഈ ഷോൾഡർ ഒരു 1/2 ഇഞ്ച് ചെരിച്ച് വരക്കണം. അത് ഞാൻ വരച്ചിരുന്നു, പക്ഷേ പറയാൻ വിട്ടുപോയിരുന്നു. അവിടെ ഒരു 1/2 ഇഞ്ച് ചെരിച്ചും കൊടുക്കണം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് തുണിയിൽ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത പാറ്റേൺ. ഇനി നമുക്ക് നമ്മളെ കയ്യിലുള്ള, ഇപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ ടൈപ്പ് കട്ട് പീസുകളായിരിക്കും ഉണ്ടാവില്ല. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു നീളത്തിലുള്ള പീസാണ്. അപ്പോൾ ഈ പീസ് ഞാനിപ്പോൾ ഇങ്ങനെ 4ആയിട്ട് മടക്കി. നിങ്ങളുടെ കയ്യിലുള്ള കട്ട് പീസ് അത് 4ആയിട്ട് മടക്കാനുണ്ടെങ്കിൽ 4ആയിട്ട് മടക്കുക, ഇല്ലെങ്കിൽ 2ആയിട്ടാണെങ്കിൽ പിന്നെ 2 പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഏതായാലും നിങ്ങളെ ഓരോരുത്തരുടെയും കയ്യിലുള്ള പീസിനനുസരിച്ച് അത് മടക്കി വെച്ചിട്ട് ഈ നമ്മൾ വരച്ച പേപ്പർ കട്ടിങ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഏത് വിധത്തിലാണ് ഇതിൽ കിട്ടുന്നത് അതിനനുസരിച്ച് ഇത് വെച്ച് കൊടുക്കുക. എനിക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഇത് കിട്ടുന്നുണ്ട്. ഇത് വെച്ചിട്ട് അതിനനുസരിച്ച് പിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ പിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അത് ഇങ്ങനെ ഒന്ന് അനങ്ങി അളവ് മാറിപ്പോവും. അതുകൊണ്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. 2-3 സ്ഥലത്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം, ഇത് നീങ്ങിപ്പോവാതിരിക്കാൻ. അതിനുശേഷം നമ്മൾ ഇതേ അളവ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് മിഡിലേക്കുള്ള 2 പീസും, അതായത് നമ്മൾ ആ കഴുത്ത് വരുന്ന ആ ഭാഗം, ആ 2 പീസും എനിക്ക് ഇതിൽ കിട്ടി. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് ഇപ്പോൾ നിവർത്തുമ്പോൾ ഇങ്ങനെ 2 പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പീസാണ് കട്ട് ചെയ്യേണ്ടത്, ഇതിൻ്റെ സൈഡിൽ ജോയിൻ ചെയ്യേണ്ട ആ പീസ്. അതായത് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ബോഡി പീസിൽ നിന്ന് ഇങ്ങനെയാണല്ലോ ഉള്ളത്, ഇതിൽ നിന്ന് ഈ കട്ട് ചെയ്ത ഈ പീസാണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പോൾ അത് അടുത്ത ഭാഗം നമുക്ക് എവിടെയാണ് തുണി കിട്ടുന്നത് അതിനനുസരിച്ച് തുണി മടക്കിയിട്ട് അടുത്ത ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കട്ട് ചെയ്തപ്പോൾ ഇത് ഞാനിപ്പോൾ മടക്കിയിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഈ ഭാഗം ഒന്ന് എനിക്ക് ഓപ്പൺ ആക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒന്നിച്ചായിട്ടുള്ളത്, അപ്പോൾ ഈ ഭാഗം ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരെ കയ്യിലുള്ള തുണിക്കനുസരിച്ചാണ്. ഇതിപ്പോൾ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ പീസ് കട്ട് ചെയ്താലും കുഴപ്പമില്ല, നമ്മൾ കട്ട് പീസുകൾ ഉള്ളതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ ഇതും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് വേറെ പീസിൽ നിന്ന് നമ്മൾ ആ ഒറ്റ പീസിനനുസരിച്ചുള്ള പോലെ കട്ട് ചെയ്തെടുത്തു. ഇനി എനിക്ക് ബെൽറ്റാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പം ബെൽറ്റിന് വേണ്ടിയിട്ട് വേറൊരു വൈറ്റ് കളർ പ്ലെയിൻ തുണിയാണ് എടുത്തത്, കാരണം അതിൽ പിന്നെ ബെൽറ്റിന് തുണിയില്ല. അപ്പോൾ അതുകൊണ്ട് വൈറ്റ് കളർ പ്ലെയിൻ എടുത്ത്
ഇനിയിപ്പോൾ നിങ്ങൾ ബെൽറ്റിന് അടിക്കാതെ വേറെ സാറ്റിൻ റിബൺ വേണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ ബെൽറ്റ് തന്നെ തന്നെയാണ് ഈ ടൈപ്പ് ഉടുപ്പിന് ഇതിൻ്റെ തുണീൻ്റെ ബെൽറ്റ് തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. മറ്റ് ടൈപ്പ് ഫ്രോക്കൊക്കെ ആണെങ്കിൽ സാറ്റിൻ റിബൺ കുഴപ്പമില്ല, പക്ഷേ ഇതിന് ഇത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത് എവിടെയാണ് നമുക്ക് അതിനനുസരിച്ച് കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് മടക്കി കൊടുക്കാം. 4 മടക്കിയിട്ട് ഒന്നിച്ച് തന്നെ 2 ബെൽറ്റും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 3 ഇഞ്ചാണ് ബെൽറ്റിൻ്റെ വീതി ഞാൻ എടുത്തത്. അപ്പോൾ അത് ഒന്ന് നോക്കാം. 3 ഇഞ്ച് പറയുമ്പോൾ 2 ബെൽറ്റ് 4 മടക്കാനില്ല. അപ്പോൾ ഒരു 6 ഇഞ്ച് എടുത്തിട്ട് 2 പ്രാവശ്യം മടക്കിയാൽ മതി. ഒന്നും കൂടി മടക്കി കൊടുക്കാം. ഇനി നമ്മൾ അളവുകളൊക്കെ എടുക്കാം. ഇവിടെ ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കാം, തുണി ചെറുതുള്ളതുകൊണ്ട്. അതായത് 18 ഇഞ്ചും പിന്നെ സ്റ്റിച്ചിങ്ങിനും കൂടി 20 ഇഞ്ചാണ് ബെൽറ്റിന് എടുത്തിട്ടുള്ളത്. ഇനി ഇതാണിപ്പോൾ ഓപ്പൺ സൈഡ്. അപ്പോൾ ഈ ഓപ്പൺ സൈഡിലാണ് 2 ഇഞ്ച് മുകളിലേക്ക് എടുക്കേണ്ടത്. ഇത് 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ അതായത് ഈ മീതെയുള്ള ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് എടുത്താൽ മതി. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ 2 ഇഞ്ച് വീടുത്തുള്ള ബെൽറ്റാണ് എടുത്തെങ്കിൽ ഒരു 1 ഇഞ്ചൊക്കെ മതി. അതെടുത്തിട്ട് അവിടുന്ന് ആ അളവും ഈ നമ്മൾ മുകളിലേക്ക് വരച്ച 2 ഇഞ്ച് ഉണ്ടല്ലോ അതും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഈ 2 ഇഞ്ചിൽ നിന്ന് ഈ അറ്റത്തേക്ക് ഒരു കോണായിട്ട് ഇതും വരച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് ബെൽറ്റ് കട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ബെൽറ്റ് കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 4 മടക്കിയതുകൊണ്ട് 2 ബെൽറ്റും കിട്ടി. ഇതിൽ തന്നെ 2 ബെൽറ്റും കിട്ടി. ഇപ്പോൾ നമുക്കിത് അടിച്ചെടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മളിത് ഈ പീസുകൾ നമ്മൾ ഒരേപോലത്തെ കട്ട് ചെയ്തല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ 2 കളറായിട്ടും ചെയ്യാം കേട്ടോ. ഈ മിഡിലിൽ ഇപ്പോൾ ഒരു കളറ്, അല്ലെങ്കിൽ ഇപ്പോൾ മിഡിലിൽ ഡിസൈനുള്ള തുണിയാണെങ്കിൽ അതിൻ്റെ പ്ലെയിൻ തുണി സൈഡിൽ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ കളർ തന്നെ നമുക്ക് ഇഷ്ടമുള്ള മാച്ചിങ് കളേഴ്സ് മിഡിലും സൈഡിലും ആയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇഷ്ടമുള്ള വിധത്തിൽ ഇത് ചെയ്യുക. അല്ലാതെ സെയിം തുണി തന്നെ വേണമെന്നൊന്നുമില്ല, അങ്ങനെയും ചെയ്യാം. അപ്പം ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ അടുത്ത് തന്നെ കാണാം. അപ്പം നിങ്ങൾ പിന്നെ എല്ലാവരും കട്ട് ചെയ്ത് ഒന്ന് വെക്കുക. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം ഓൾ ഓപ്ഷനും സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുമായി ഉടനെ കാണാം.